പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ചർച്ച ചെയ്തു പോരുന്ന ഈ വിഷയത്തിന് ഒരു വലിയ പരിമിതി ഉണ്ട് എന്നുള്ള തോന്നലാണ് വാസ്തവത്തിൽ എനിക്കുള്ളത്. വാസ്തവത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മൂലധന ശക്തികൾക്ക് ഇത്രയും വലിയ സ്വാധീനം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു പോരുന്ന, പ്രത്യേകിച്ച് സംസ്കാര പഠനങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞു പോരുന്ന പേര് മീഡിയ ഇൻഡസ്ട്രി എന്നല്ല, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, M&E ഇൻഡസ്ട്രി എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് മീഡിയയെക്കുറിച്ച് മാത്രമാണ്, വാസ്തവത്തിൽ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഇവിടെ നികേഷ് സംസാരിച്ചതായാലും ബ്രിട്ടാഷ് സംസാരിച്ചതായാലും ശരി, മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ളൊരു വലിയ കഴിവുണ്ട്. ബ്രിട്ടാസ് തന്നെ സൂചിപ്പിക്കണ്ടായി. മറ്റേത് വ്യവസായത്തിനും ഇല്ലാത്ത രീതിയിൽ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള മാധ്യമങ്ങളുടെ കഴിവിനെക്കുറിച്ച് ബ്രിട്ടാസ് നേരത്തെ സൂചിപ്പിക്കണ്ടായി. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനപ്പുറത്തുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിന് ഉണ്ട്. മാധ്യമങ്ങളുടെ സ്വാധീന വലയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, വിനോദ വ്യവസായം എന്ന് പറയുന്ന അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യവസായത്തെക്കുറിച്ച് കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ വാർത്തകൾ, വിനോദങ്ങൾ, വ്യാപാരങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ പർവ്യൂവിൽ, ഈ വിഷയത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന മൂന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വാർത്തകൾ എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ബ്രിട്ടാസും അതുപോലെ തന്നെ നികേഷും ഒക്കെ സൂചിപ്പിക്കണ്ടായി. പക്ഷേ വിനോദങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് വിനോദ വ്യവസായം എന്ന് പറയുന്നത് നമ്മളുടെ സാംസ്കാരിക രംഗത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും മീഡിയ ചർച്ചകളിൽ, മാധ്യമ ചർച്ചകളിൽ ഈ ഒരു കാര്യം കൂടി നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി, നമ്മളെ കേരളത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിച്ചിട്ടുള്ള പരാജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നിടത്ത് കേരളത്തിൻ്റെ ഒരു വലിയ പിന്നടപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കാതെ നമുക്ക് ആ പരാജയത്തെ മുഴുവൻ വിശദീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത് പോലെ നമ്മളുടെ വോട്ട് നിലവാരം, വോട്ട് ഷെയർ എന്ന് പറയുന്നത്, നമ്മളുടെ സീറ്റുകളുടെ എണ്ണം, ഇതൊക്കെ 5 കൊല്ലത്തിനിടയിൽ നല്ല ശുഭാപ്തി ബോധത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നൊരു കാര്യം, ഇതിനെ തിരിച്ച് പഴയ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, 100-40 എന്നുള്ള നിലവാരത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനേൽക്കുന്ന ആഘാതങ്ങൾ, ഇടതുപക്ഷ മനസ്സിന് മേൽ വന്നു വീഴുന്ന ആഘാതങ്ങൾ, അത് അത്ര എളുപ്പത്തിൽ നമുക്ക് പരിഹരിച്ചെടുക്കാവുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് കാണാതെ നമ്മൾ ഉപരിതല സ്പർശിയായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാധീനത, നമുക്ക് സംഭവിക്കുന്ന വലിയ പരാജയം, നമ്മൾ പ്രശ്നങ്ങളുടെ കാതലായ വശങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളാകട്ടെ, ദൃശ്യമാധ്യമങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാകട്ടെ, ഒരുപക്ഷെ ഇനി നാളെ വരാനിരിക്കുന്ന മറ്റ് മാധ്യമ രൂപങ്ങളാകട്ടെ, ആ മാധ്യമ രൂപങ്ങളെല്ലാം തന്നെ അടിമുടി
നമ്മുടെ സാംസ്കാരിക തലങ്ങളിലേക്ക് വളരെ ആഴത്തിൽ കിനിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ കേരളം എന്തായിരിക്കണം, കേരളത്തിൻ്റെ ചിന്തകൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള രൂപീകരണങ്ങൾ വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അടിമുടി മാധ്യമ സൃഷ്ടമായ ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മാധ്യമങ്ങൾ സ്വാധീനിക്കാത്ത മേഖലകളില്ല. അടിമുടി മാധ്യമ സൃഷ്ടമായിട്ടുള്ളൊരു ലോകമാണിത്. അത് സോഷ്യൽ മീഡിയ ആകാം, അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയ ആകാം, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആകാം. പക്ഷേ മീഡിയ എന്നുള്ള വാക്ക് അവിടെ വളരെ വളരെ പ്രധാനമാണ്. മീഡിയേറ്റഡ് ആവുക എന്നുള്ളത്, മാധ്യമ സൃഷ്ടമാവുക എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരേ സമയം അതിൻ്റെ അനുഗ്രഹവുമാണ്, അതിൻ്റെ അഭിശാപവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ എന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ മാധ്യമങ്ങളാണെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിനടിയിലേക്ക് കടന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പക്ഷേ ബ്രിട്ടാസോ അല്ലെങ്കിൽ നികേഷോ പറയുന്ന മറ്റൊരു വശത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തെ മാത്രം എടുത്തുകൊണ്ട് പറയുക, നമ്മൾ ലോകത്തിൻ്റെ വിപുലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, മാതൃഭൂമി, മലയാള മനോരമ, അല്ലെങ്കിൽ പുസ്തക വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന DC ബുക്സിനെ പോലെയുള്ള പുസ്തക വ്യാപാരികൾ, ഇവരെല്ലാം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് ഒരു പക്ഷേ മുൻപന്നത്തെക്കാളും ഉപരിയായിട്ടുള്ള ഒരു സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൂടെ നമ്മളുടെ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളുടെ അടിത്തറയെക്കുറിച്ചാണ് എനിക്ക് ചില സംശയങ്ങൾ ഉന്നയിക്കാനുള്ളത്. വാസ്തവത്തിൽ മലയാളത്തിൽ പുസ്തക വ്യവസായം, ഇപ്പോൾ ആ വ്യവസായത്തിന് വന്നിട്ടുള്ള ചില അപചയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രൊമോട്ടർമാരായി പ്രവർത്തിക്കാൻ നിങ്ങൾ തന്നെ നിർബന്ധിതരാകുന്നു. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ കവർ പ്രസിദ്ധീകരിക്കുമ്പോൾ പരസ്യം ചെയ്യുന്നു. അങ്ങനെ ഉടനീളം നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രൊമോട്ടറായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായി മാറുന്ന ഒരവസ്ഥ ഇപ്പോൾ മലയാളത്തിലുണ്ട്. ഞാൻ അത്തരം വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൂലധനത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് കേവലം പ്രിൻ്റ് മീഡിയയുടെ രംഗത്തോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയുടെ രംഗത്തോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സംസ്കാര പഠനങ്ങളിൽ ഒരുപക്ഷെ നമ്മളുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ഇനിയും സ്വീകരിക്കാത്ത ചില ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, മൂലധനം എന്ന് പറഞ്ഞാൽ, മൂലധന രൂപങ്ങളെക്കുറിച്ചാണല്ലോ ഇവിടെ പറയേണ്ടത്. മൂലധനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മൂലധനം മാത്രമല്ല. അതാണ് സാംസ്കാരിക പഠനങ്ങൾ പുതിയ കാലത്ത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. തീർച്ചയായിട്ടും ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. പക്ഷേ ഈ ഫിനാൻസ് ക്യാപിറ്റലിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മറ്റു മൂലധന രൂപങ്ങൾ, ഉദാഹരണത്തിന് സംസ്കാരം, അത് വലിയ മൂലധന രൂപമാണ്. വ്യക്തിത്വ രൂപീകരണങ്ങൾ, പ്രതീകാത്മക മൂലധനം എന്ന് സംസ്കാര പഠനങ്ങളിൽ പറയുന്ന സിംബോളിക് ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു രൂപം, കൂട്ടായ്മകളിലൂടെ കൈവരുന്ന മൂലധന ശേഷി, സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു മൂലധന രൂപം. ഇങ്ങനെ മൂലധനത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ മാർക്സ് മുന്നോട്ട് വെച്ച പഴയകാലത്തെ ആശയത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ പുതിയ ആശയങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ
ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ, വിഷ്വൽ മാധ്യമങ്ങൾ, മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ UDF ജയിപ്പിക്കുന്നതിൽ അതിൽ ചില വ്യക്തികളെ തന്നെ തിരഞ്ഞുപിടിച്ച് ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ള അതിയായ താല്പര്യം നമ്മളിപ്പോൾ പരിഗണനയ്ക്കെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ ബ്രിട്ടാസ് സൂചിപ്പിക്കേണ്ടായി ആ കാര്യം. VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി എത്ര നല്ല വായനക്കാരനാണ്, അദ്ദേഹം എത്ര നല്ല ഫിലന്ത്രോപ്പിസ്റ്റാണ്, അദ്ദേഹം സ്ത്രീകളോട് കുട്ടികളോട് എത്ര മര്യാദയ്ക്കാണ് പെരുമാറുന്നത്, അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖം ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അധികം കാണാത്ത ഒരവസ്ഥയായിരിക്കുന്നു എന്നൊക്കെ വരുത്തിക്കൊണ്ട് ഒരു മനുഷ്യന് ഒരു മൂലധന ശേഷി ഉണ്ടാക്കി കൊടുക്കുകയാണ്. 2014 മുതൽ 2026 വരെയുള്ള 12 വർഷക്കാലം, ഒരു വ്യാഴവട്ട കാലയളവിനിടയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളൊരു മൂലധന ശേഷിയുണ്ട്. ആ മൂലധന ശേഷി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻലാലിനൊരു മൂലധന ശേഷിയുണ്ട്, മമ്മൂട്ടിക്ക് കൈവരുന്ന ഒരു മൂലധന ശേഷിയുണ്ട്. വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി ആർജിക്കുന്ന മൂലധന ശേഷി ഇന്നത്തെ കാലത്ത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആ മൂലധന ശേഷിയാണ് അവർ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പരസ്യങ്ങളിലൂടെ മോഹൻലാൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ മമ്മൂട്ടി പറഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു പ്രത്യേക വസ്തു വാങ്ങിക്കുകയുള്ളൂ. ഇങ്ങനെ വ്യാപാരത്തെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ എങ്ങനെ മൂലധനം, പ്രത്യേകിച്ച് സിംബോളിക് ക്യാപിറ്റൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ രീതിയിൽ പരിശോധിച്ചാൽ നമ്മൾക്കറിയാം, വാർത്തകൾ, വിനോദങ്ങൾ, വ്യാപാര മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ മാധ്യമങ്ങൾ ചെലുത്തുന്ന വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവരാണ് വാസ്തവത്തിൽ പുതിയ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയ ലോകത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും അവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞുകൂടെ, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പം ന്യൂസ് ക്ലിക്ക് പോലെയുള്ളൊരു പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിൽ പ്രബീർ പുർക്കാസെ പോലെയുള്ള ഒരു വ്യക്തി എത്ര പ്രായമുള്ള മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കണം. 80 വയസ്സിനോട് അടുക്കാൻ പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ മൂലധന രൂപങ്ങളുടെ പിൻബലമുള്ള വലിയ വലിയ മാധ്യമ ശൃംഖലകളെ, വിനോദ വ്യവസായ ശൃംഖലകളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രബീർ പുർക്കാസെ പോലുള്ള ഒരു മനുഷ്യൻ, അതും വളരെ വാർദ്ധക്യത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എത്രയാണ് ഭരണകൂടം പേടിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിന് ന്യൂസ് ക്ലിക്ക് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, ദ വയർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, നമ്മളുടെ ഏറ്റവും വലിയ പത്രപ്രവർത്തകനായിട്ടുള്ള, അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത് വളരെ വലിയ ഒരു വ്യക്തിത്വം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള സായിനാഥ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സായിനാഥിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമുണ്ടല്ലോ, ഒരു നല്ല വരൾച്ചയെ ആരാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കുന്ന ഒരു പുസ്തകമുണ്ട് സായിനാഥിൻ്റെ. അതിൽ സായിനാഥ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ ഇപ്പോഴും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു, ഇന്ത്യ ഇപ്പോഴും കൃഷിക്കാരുടെ ഒരു വലിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ തൊഴിൽ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ കൃഷി തന്നെയാണ്. പക്ഷെ നമ്മളുടെ മാധ്യമങ്ങളിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന വാർത്തകൾക്ക് നിങ്ങൾ മാധ്യമ സ്പേസിൽ എത്ര സ്പേസാണ് അനുവദിക്കുന്നത്? സായിനാഥ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാധ്യമങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് അനുവദിക്കുന്ന സ്പേസ് എന്ന് പറയുന്ന 5% താഴെയാണ്. അപ്പോൾ ഈ നാട്ടിലെ മാധ്യമ വ്യവസായം, വിനോദ വ്യവസായം ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കൃഷിക്കാരോടൊപ്പം നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹി ഹൈക്കോടതി പ്രബീർ പുർക്കാസയെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് അദ്ദേഹത്തിനെ എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായം. ആ വിധിന്യായത്തെക്കുറിച്ച് വൈകുന്നേരത്തെ ചർച്ചകളിൽ ഒരു മീഡിയ പോലും ആ വാർത്ത ചർച്ചയ്ക്കെടുക്കുന്നില്ല.
ഇപ്പോൾ ഇത് ഒരു ലോകത്തിൻ്റെ ഒരു മൊത്തം ക്രോസ് സെക്ഷൻ എടുത്ത് പരിശോധിച്ചു നോക്കി. അപ്പോൾ ഉദാഹരണത്തിന് ഇറാഖിൽ രാസായുധങ്ങളുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഇറാഖിലേക്ക് ഞങ്ങൾ കടന്നാക്രമണം നടത്തിയത് എന്ന് അമേരിക്ക പറയുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം, ജീവനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക പറയുന്നു അവിടെ രാസായുധങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മിസ്ഇൻഫർമേഷനാണത് എന്ന് പറയുന്നു. അപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ അതിർത്തികളും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പ്രബീർ പുർക്കായസ്ഥയുടെ അദ്ദേഹത്തെ ജയിലടയ്ക്കുന്നു, ജയിലിട്ടിട്ട് പീഡിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം ജാമ്യം നേടി പുറത്തു വരുന്നു, പിന്നെയും അദ്ദേഹത്തെ കേസുകളുടെ നൂലാമാലകളിൽ പെടുത്തി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം പ്രബീർ പുർക്കായസ്ഥ ഇന്ത്യയുടെ സാമ്പത്തിക നിയമങ്ങളെ വിപരീതമായ രീതിയിൽ ബാധിക്കുന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു എക്സോണറേഷൻ കൊണ്ട് അദ്ദേഹം പുറത്തു വരികയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പ്രബീർ പുർക്കായസ്ഥയുടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ NDTVയുടെ ഒക്കെ പ്രശ്നങ്ങൾ. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാലം സഫർ ചെയ്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഒറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളുടെ സമൂഹത്തെ നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ഈ മാധ്യമ വിനോദ വ്യവസായങ്ങളുടേതായിട്ടുള്ള മേഖല ഇതേപോലെ നിലനിൽക്കുമെന്നോ അവർക്ക് ഈ അധികാരശേഷി എന്നും ഉണ്ടായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുതിയ ജൻസി എന്ന് പറയുന്ന വിഭാഗം, അവർ ഈ മാധ്യമ രംഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറയുന്ന കഥാകൃത്ത് ശിഹാബുദ്ദീൻ പറയും, ശിഹാബിന് 3 മക്കളാണുള്ളത്. 3 മക്കളും 3 വയസ്സ് വ്യത്യാസമുള്ളവരാണ്. മൂത്തവൻ രാവിലെ എണീറ്റാൽ ഉമ്മറത്ത് വന്ന് വീഴുന്ന പത്രം വെറുതെ ഒന്ന് എടുത്ത് നോക്കും, എന്നിട്ട് അവൻ്റെ പണിക്ക് പോകും. രണ്ടാമത്തെ മകൻ 3 വയസ്സ് കൂടി കഴിഞ്ഞ് ജനിച്ചിട്ടുള്ള രണ്ടാമത്തെ മകൻ പത്രം എടുക്കും, അതിൻ്റെ സ്പോർട്സ് പേജ് മാത്രം നോക്കും, എന്നിട്ട് അവൻ്റെ പണിക്ക് പോകും. മൂന്നാമത്തെ ആൾ ഈ പത്രത്തെ നോക്കുക തന്നെയില്ല എന്നുള്ളതാണ് ശിഹാബ് പറയുന്നത്. എങ്ങനെയാണ് ഒരു 2-3 വർഷങ്ങൾക്കിടയിൽ വരുന്ന തലമുറകൾക്കിടയിൽ തന്നെ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അതായത് പത്രങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ, വാർത്തകൾ നമ്മുടെ പുതിയ തലമുറയെ ആകർഷിക്കാതായി കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പത്രമാധ്യമ വ്യവസായം അത് അനധിവിദൂരമായ ഭാവിയിൽ വല്ലാത്ത ഒരു ക്രൈസിസ് നേരിടേണ്ടി വരും. ഇപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ ആ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആ ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വീടുകളുടെയും പടിക്കൽ രാവിലെ വലിയ 10-100 പേജുകളുള്ള വലിയ പ്രസിദ്ധീകരണങ്ങൾ, അത് അധികവും പരസ്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒരു വലിയ കെട്ടി ചുരുട്ടി നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ വരിസംഖ്യ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ആ കെട്ട് എടുത്ത് പരിശോധിക്കാൻ പോലും പലപ്പോഴും അവിടെയുള്ള ആളുകൾ മെനക്കെടുന്നില്ല. അത് നേരെ ചവറുകളുടെ കൂമ്പാരങ്ങളിലേക്ക് തിരിച്ചു പോകും. ഈ രീതിയിൽ പത്രമാധ്യമ വ്യവസായങ്ങൾ വലിയ ഭീമമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പുതിയ തലമുറ വാർത്തകളോട് കാണിക്കുന്ന വിമുഖത, രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന വിമുഖത, ചരിത്രത്തിൽ നിന്നുള്ള അവരുടെ അന്യവൽക്കരണങ്ങൾ, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് മാധ്യമ വ്യവസായത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളിൽ വലിയ വലിയ വ്യത്യാസം വരുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങളിൽ വളരെ വലിയ വ്യത്യാസം വരുന്നുണ്ട്. വ്യക്തികൾ വാർത്തകളിൽ തന്നെ ഏതുതരം വാർത്തകളോട് പ്രതികരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. വാർത്തകളുടെ കണ്ടന്റ് അല്ല പ്രധാനം, വാർത്തകൾ കൊടുക്കുന്ന എക്സ്പീരിയൻസാണ് പ്രധാനം എന്നുള്ളൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ മീഡിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി വലിയ അളവിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. വിനോദ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ വിനോദ വ്യവസായം എന്ന് പറയുന്നത്
കൺവെൻഷണലായ രീതിയിലുള്ള വിനോദങ്ങൾ ആൾക്കാർ എത്ര കാലം ഇനിയും സ്വീകരിക്കുമെന്നുള്ള കാര്യം സംശയാസ്പദമാണ്. അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന പുതിയ വിനോദ താല്പര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജെൻസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കൊച്ചു കൊച്ചു റീലുകൾ മാത്രം ഇഷ്ടപ്പെടുന്നു. അവർ യൂട്യൂബ് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ താല്പര്യങ്ങളിൽ വരുന്ന വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ വിനോദ വ്യവസായത്തെ തന്നെ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പുതിയ അൽഗോരിതങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ മൂലധന ശേഷിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ വ്യവസായങ്ങളുടെ രംഗത്ത് നാളെ എന്തു സംഭവിക്കും എന്നുള്ള വലിയ ഉത്കണ്ഠ ഇന്ത്യയിലെ ഭീമന്മാരായിട്ടുള്ള മാധ്യമ വ്യവസായികളെയോ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പെട്ടിട്ടുള്ള ആളുകളെയോ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെയും അത് വലിയ അളവിൽ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും സ്രഷ്ടാക്കൾ, ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും സംരക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമ വ്യവസായത്തിന് ഏറെക്കാലം ഈ രക്ഷാകർതൃത്വം, ഈ പാറ്റർണൈസിങ് എന്നുള്ളത് അത് ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ ഒരു നർമ്മരൂപത്തിലുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. കെ രഘുനാഥൻ എന്ന് പറയുന്ന ആൾ വി കെനെ കുറിച്ചിട്ടൊരു നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്. മുക്തകണ്ഠം വി കെ എന്നുള്ള പേരൊരു ചെറിയ പുസ്തകമുണ്ട്. വി കെനെ വളരെ അടുത്ത് പരിചയപ്പെട്ട് നല്ല വി കെൻ്റെ ഏറ്റവും അടുത്ത സർക്കിൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് രഘുനാഥൻ അടക്കമുള്ള ഒരു ചെറിയ സൂറിൽ സദസ്സിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ, അതായത് പത്രങ്ങൾ വലിയ പ്രതിസന്ധിയാണല്ലോ നേരിടുന്നത്, നാളെ പത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളൊരു വലിയ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടപ്പോൾ വി കെ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, ഒരു പത്രത്തിനും ഒന്നും സംഭവിക്കാൻ പോകണ്ടെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു ശുഭാപ്തി വിശ്വാസം വി കെ എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നു എന്ന് അത്ഭുതപ്പെട്ട് അവസാനമാണ് വി കെ അതിൻ്റെ കാര്യം പറയുന്നത്. എടോ, ഈ പത്രങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളെ പഞ്ചസാര പൊതിയാൻ എന്താ ഉപയോഗിക്കുക എന്ന് ചോദിക്കാൻ വി കെ. അതൊരു വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ചോദ്യമാണ്. നാളെ നിങ്ങൾ പഞ്ചസാര പൊതിയാൻ, ഉപ്പ് പൊതിയാൻ, നിങ്ങളുടെ സാധനങ്ങൾ പൊതിയാൻ എന്താണ് പിന്നെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പത്രങ്ങളുടെ നിസ്സാരത, പത്രങ്ങളുടെ ട്രിവിയലായിട്ടുള്ള അവസ്ഥ, അതിന് നിസ്സാരത എന്ന് പറയുന്നത് വി കെനെ പോലുള്ളൊരു വലിയ എഴുത്തുകാരൻ എത്ര മുൻപ് തന്നെ കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പത്രങ്ങളുടെ നിസ്സാരതയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും പത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു മാനസിക പരിതോവസ്ഥ, അത് വാർത്താമാധ്യമങ്ങളുടെ കാര്യത്തിലായാലും വിനോദ വ്യവസായങ്ങളുടെ കാര്യത്തിലായാലും ഈ മാനസിക പരിതോവസ്ഥ ആധുനിക മുതലാളിത്തത്തിന് അനുകൂലമായ, ചരിത്രത്തിൽ നിന്നൊരു ജനതയെ അന്യവൽക്കരിക്കുന്നതിന് അനുകൂലമായ, ഒരു ജനതയെ അപ്പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ഈ പരിമിതമായ സമയത്തിനോട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.